കർത്താവിന് മഹത്വം. റോമാലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. 2-ാമത്തെ വാക്യം വളരെ പ്രധാനമാണ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഒന്ന്, നമ്മുടെ പൂർവ്വകാല ദൈവിക പദ്ധതിയിൽ കർത്താവ് ചെയ്ത കാര്യം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ഇപ്പോൾ നാം നിൽക്കുന്ന കൃപ വർത്തമാനകാലം. 2-ാം വാക്യത്തിൽ തന്നെ ഇതിനൊരു ഭാവികാലമുണ്ട്. നാം ദൈവദേശത്തിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ തന്നെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഒരു ഭൂതകാലം, എന്റെ നീതീകരണം. അപ്പോൾ തന്നെ എന്റെ ഇപ്പോഴത്തെ ജീവിതം, വർത്തമാനകാലം, ഞാൻ നിൽക്കുന്നത് കൃപയിൽ നിലനിൽക്കുന്നു. 3-ാമത്തെ വിഷയം എന്റെ ഭാവി അല്ലെങ്കിൽ നാളെയുടെ പ്രത്യാശ. ഞാൻ വലിയ വാഗ്ദത്തമായ തേജസ്കരണത്തെയും മഹത്വ പ്രത്യക്ഷതയും വരുവാനുള്ള ദൈവതേജസ്സിനെ ഞാൻ നോക്കി കാത്തുകൊണ്ട് ഞാൻ അതിൽ പ്രത്യാശിക്കുന്നു, ഞാൻ അതിൽ പ്രശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ടോപ്പിക്ക് ഈ ഭാഗത്ത് 1-ാമത്തെ വാക്യമാണ്, നീതീകരണം. നമ്മൾ എത്ര ഒരു വ്യക്തിയോട് സംസാരിച്ചാലും എത്ര സമയമെടുത്താലും നമ്മൾ ഒരിക്കലും നീതിമാൻ, നീതീകരണം എന്നുള്ള വാക്കുകൾ നമ്മുടെ സംസാരത്തിൽ വരികയില്ല. അതെല്ലാം ഒരു നിയമപരമായിട്ടുള്ള കോടതിയുടെ ഭാഷയാണ്. നാം വായിച്ച ഈ വാക്യത്തിൽ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു. അത് കർത്താവായ യേശുക്രിസ്തു തന്റെ രക്ഷണ്യ പ്രവൃത്തി മൂലം നമുക്ക് സമ്പാദിച്ച ഏറ്റവും വലിയ ഒരു ദാനമാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നീതീകരണം. ഈ റോമാലേഖനം 4-5 അധ്യായങ്ങളിലൊക്കെ അഭക്തനെ നീതീകരിച്ചു, പാപികളെ, ശത്രുക്കളെ, ബലഹീനരെ നീതീകരിച്ച ദൈവകൃപയെ കുറിച്ച് പറയുന്നു. നമുക്കിനി ചിന്തിക്കാം, എന്താണ് നീതീകരണം? ഒരു കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ സ്വന്തം മാതാവ് അവന് വേണ്ടി ന്യായവാദങ്ങൾ ഉന്നയിച്ചാൽ നാം ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങൾ കുറ്റക്കാരനെ നീതീകരിക്കുകയാണോ എന്ന്. നമുക്കറിയാം, നീതി ചെയ്യുന്നവരെയാണ് നീതിമാൻ എന്ന് ലോകം പരിഗണിക്കുന്നത്. എന്നാൽ ആത്മീയ അർത്ഥത്തിൽ കുറ്റക്കാരെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുന്നു. അതായത് കുറ്റക്കാരനായ ഒരുവൻ നീതിയുള്ള ന്യായാധിപനായ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവനെ കുറ്റക്കാരനായി എണ്ണാതെ നിർദോഷിയായി അവനെ കണക്കിടുകയും അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവന് നേരെ വിധി പ്രഖ്യാപിക്കുകയും അപ്രകാരമുള്ള വ്യക്തിയെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും മാത്രമല്ല അവനെ നീതിമാനും അംഗീകാരയോഗ്യനും എന്ന് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്യുന്നു. ഇതാണ് നീതീകരണത്തിന്റെ പുതിയ നിയമ വ്യവസ്ഥ. ലോകപ്രകാരം ഒരുവനെ സുപ്രീം കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ട് ശിക്ഷയ്ക്ക് വിധിച്ചാലും വേണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന് വേണമെങ്കിൽ അദ്ദേഹത്തെ കുറ്റത്തിൽ നിന്ന് ശിക്ഷ കണക്കിടാതെ അവനെ മോചിപ്പിക്കുവാൻ കഴിയും. നമുക്കറിയാം, രാഷ്ട്രപതിയുടെ അടുക്കൽ ദയാഹർജികളൊക്കെ വരുമ്പോൾ എത്ര വലിയ തെറ്റ് ചെയ്തവരെയും ആ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്ത് ആ ശിക്ഷയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോകുന്നതായി കാണാറുണ്ട്. പക്ഷേ അവന് നീതിമാനെന്ന് പ്രഖ്യാപിക്കുവാൻ ഒരാൾക്ക് കഴിയില്ല. എന്നാൽ നമ്മുടെ ദൈവമാകട്ടെ ഒരുവനെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുകയും അവന് നീതിമാൻ എന്ന പദവി നൽകുകയും ചെയ്യും. അങ്ങനെ നീതീകരണത്തിൽ കുറയ്ക്കുകയും കൂട്ടുകയും, സബ്സ്ട്രാക്ഷൻ ആൻഡ് അഡീഷൻ എന്ന 2 ക്രിയകളും അടങ്ങിയിരിക്കുന്നു. അതാണ് റോമാലേഖനം 8:33 പറയുന്നു, നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ. ദൈവം ചെയ്യുന്നതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയുന്നതല്ല. പ്രിയമുള്ളവരെ, നീതീകരണത്തിന് മുഖാന്തരമായത് ക്രിസ്തുവിന്റെ കൃപയാണ്. അവിടെ ദൈവം തെറ്റിനെ ശിക്ഷിക്കാതെ വിടുകയല്ലായിരുന്നു, ദൈവം ശിക്ഷിച്ചു. പക്ഷെ പാപയുടെ ശിക്ഷയെല്ലാം ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിലൂടെ പരിഹരിച്ചു കഴിഞ്ഞു. റോമാലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തമൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അവിടെ ദൈവം തന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടു. അതുകൊണ്ട് തന്നെ നീതിയെ പ്രദർശിപ്പിച്ചു. വീണ്ടും 3:26 കാണാൻ കഴിയുന്നത്, അപ്പോൾ തന്നെ ദൈവം നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്നെ നീതിയെ പ്രദർശിപ്പിപ്പാൻ അങ്ങനെ ചെയ്തു. ആ വാക്യം നാം സസൂക്ഷ്മം പഠിച്ചാൽ ക്രിസ്തു മൂലം നമ്മുടെ പാപമെല്ലാം ക്ഷമിച്ച് അവന്റെ നീതി നമ്മുടെ മേൽ ചുമത്തി നമ്മെ നീതിമാന്മാരായി ദൈവം സ്വീകരിക്കുന്നു. എന്താണ് നീതീകരണത്തിന് ആവശ്യം? യോബ് ചോദിക്കുന്നു, ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ? 9:2 നീതീകരണത്തിന് ആവശ്യം എല്ലാവർക്കും ഉണ്ട്. റോമർ 3:23 പറയുന്നത്, ഒരു വ്യത്യാസമല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് ഇല്ലാത്തവരായി തീർന്നു. വീണ്ടും 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ, ഒരു കാലത്ത് ജീവനുള്ള ദൈവത്തെ അറിയാതെ വിഗ്രഹങ്ങളെ സേവിച്ച് മൂഢന്മാരായി ധാർമ്മിക അധപ്പതനത്തിൽ സാൻമാർഗികമായ ജീവിതം ഉപേക്ഷിച്ച് ജീവനുള്ള ദൈവത്തെ തള്ളിക്കളഞ്ഞ ജാതികൾ അവർ യഥാർത്ഥത്തിൽ അവരുടെ പ്രവൃത്തികളാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ജാതികൾക്ക് രക്ഷ ആവശ്യമായിരുന്നു, കൃപയാലുള്ള വീണ്ടെടുപ്പും നീതീകരണം ആവശ്യമായിരുന്നു. ഇനി ന്യായപ്രമാണം ലഭിച്ച യഹൂദനും നീതീകരണം ആവശ്യമാണ്. റോമർ 3:20 ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ഒരു ജഡവും ദൈവത്തിൽ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഒരു തെർമോമീറ്റർ കൊണ്ട് പനിയുടെ ചൂട് അളക്കാമെന്നല്ലാതെ പനി ഭേദമാക്കുവാൻ കഴിയാത്തതുപോലെ ഒരു ക്ലോക്ക് ഉണ്ടെങ്കിൽ സമയത്തിന്റെ ക്ലിപ്തത നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ ഒരു ക്ലോക്കും കൃത്യസമയത്ത് നമ്മളെ കൊണ്ടെത്തിക്കുവാനോ നമുക്ക് സമയത്തിന്റെ ആ കൃത്യതയിൽ എത്തുവാനോ ക്ലോക്ക് നമ്മെ സഹായിക്കത്തില്ല. നാം ഒരു സ്ഥലത്ത് വരുമ്പോൾ എത്ര മിനിറ്റ് താമസിച്ചു വന്നു അല്ലെങ്കിൽ എത്ര നേരത്തെ വന്നു എന്ന് മാത്രമേ ക്ലോക്ക് നമ്മളോട് പറയുന്നുള്ളൂ. ക്ലോക്ക് ആരുടെയും ജീവിതശൈലിയെ, നടപ്പിനെ ക്രമീകരിക്കുന്നില്ല. നമ്മുടെ പോരായ്മ അല്ലെങ്കിൽ നമ്മുടെ സമയത്തിന്റെ കുറവുകൾ ക്ലോക്ക് ചൂണ്ടിക്കാണിക്കുന്നു. കണ്ണാടി അതുപോലാണ്. മുഖത്തെ പാടുകളും
വിരൂപമായതുമൊക്കെ കണ്ണാടി കാണിക്കും. പക്ഷേ മായ്ച്ചു കളയാനോ കഴുകിക്കളയാനോ കണ്ണാടിക്ക് കഴിയുന്നില്ല. അപ്രകാരം ന്യായപ്രമാണം കൊണ്ട് ചെയ്യാൻ കഴിയാത്തതിനെ സാധിപ്പിക്കാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അതുകൊണ്ട് എന്റെ മേലും നിങ്ങളുടെ മേലും കണക്കിടുന്നത് ദൈവനീതിയാണ്. അന്ന് നാം പ്രാപിക്കുന്നത് വിശ്വാസത്താലാണ്. അവിടെ എല്ലാം ചെയ്യുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. അത് നമ്മുടെ മേൽ കർത്താവ് കണക്കിടുകയാണ്. നമുക്ക് റോമാലേഖനം തുടർമാനമായിട്ട് പഠിക്കാം. ഈ പാഠഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ നടപ്പിനെ, സ്പിരിച്വൽ ഡിസിപ്ലിൻ നിശ്ചയമായിട്ട് മാറ്റി വരുത്തുവാൻ കഴിയും. കർത്താവ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചെയ്ത രക്ഷയുടെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും ആ ദൈവിക സമാധാനത്തിൽ ജീവിക്കുവാനും നിങ്ങൾ ഇടയാകുന്നെങ്കിൽ നീതിമാൻ, നീതീകരണം എന്നുള്ള ഈ വെളിപ്പാടിൽ നിങ്ങളുടെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. അല്ലെങ്കിൽ കുറ്റബോധവും ദൈവം എന്റെ പാപം ക്ഷമിച്ചില്ല എന്നുള്ള നെഗറ്റീവ് ചിന്തകളും ഇനി ഞാൻ പാപത്തിൽ വീണുപോകുമെന്നുള്ള ഭയവും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കാൻ കഴിയാതെ, വചനത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ നമ്മുടെ ആത്മീയ ജീവിതം പരാജയപ്പെടുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് നീതീകരണത്തെക്കുറിച്ചുള്ള ഈ പഠനം ഏതു ക്രൈസ്തവ വിശ്വാസിക്കും ആത്മീയ ജീവിതത്തിലെ വളർച്ചയിൽ നിങ്ങളെ സഹായിക്കും. നമുക്ക് വീണ്ടും ഈ പാഠഭാഗങ്ങൾ തുടരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.